അപ്പൊ നമ്മളെ പെർഫോമൻസിനായിട്ട് റെഡിയായി നിൽക്കുവാണ് നമ്മുടെ കുട്ടികളും. ഒപ്പം തന്നെ ഇവരെ പാട്ടൊക്കെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചു, റെഡിയാണ്. അപ്പൊ തുടങ്ങല്ലേ? അപ്പൊ പഠിക്കോ? നിങ്ങളുടെ പാട്ടാണേ, ഞാൻ കൂടെ നിൽക്കുള്ളൂ കേട്ടോ. അവരുടെ 1 2 1 2 കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വായണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരിക തോരയിൽ നീരാട് എരികറ്റിയ ഒറ്റമുളകോ പെണ്ണിൻ മനസ്സ് ജടകട്ടിയ കാർമുടിക്കെന്തിനെ നല്ല പൂമരത് കളിച്ചോ നിങ്ങൾ കളിക്കാ. അപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരാൾ നേരത്തെ നമ്മളെ കാണാൻ വന്നിട്ട് ഇതാ അവിടെ മാറിയിരിക്കുന്നുണ്ട്. നമുക്ക് അയാളിലേക്ക് പോകാം. പാട്ടൊക്കെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. മോളിതാ സ്റ്റേജിൽ നിന്ന്. എപ്പോഴായിരുന്നു മത്സരം? എപ്പോഴായിരുന്നു മോളെ മത്സരം? രാവിലെ 9:30 ആയിരുന്നു. നന്നായിട്ട് മത്സരിച്ചു? ഓ മത്സരിച്ചു. ഹാപ്പിയായി? ആഗ്രഹിച്ച രീതി പെർഫോം ചെയ്തു? ഓക്കെ. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഇവിടെ ആദ്യമായിട്ടാണ്. തിരുവനന്തപുരം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു അതായത് ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നതാണ്. ഇവരൊക്കെ ഇപ്പോൾ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന മറ്റൊരു ടീമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്കൊന്ന് പെർഫോം ചെയ്യാലോ? ഓക്കെ, റെഡിയാണ്? പാട്ട് റെഡിയാണോ? ഓക്കെ, അപ്പോൾ മോള് സ്റ്റേജിലേക്ക്. ചിദ്രൂപിണി
సగ మగ మగ సగ మగని సని పప మగ స పని సగ మగ మగ సగ మగ గమ పని పని సగ సని ప మగ సని ప మగ సగ మగ గమ పని పని సగ సని పప మగ సని ప మగ సగ మగ గమ పని పని సగ సని పప మగ గగ సని ప మగ आनन्दामृतवर्षिणि अमृतवर्षिणि हरादि पूजिते शिवे भवानी आनन्दामृतवर्षिणि अमृतवर्षिणि हरादि पूजिते शिवे भवानी आनन्दामृतवर्षिणि अमृतवर्षिणि നമ്മുടെ ഗൗരിലക്ഷ്മിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം അല്ലേ? ഗൗരിലക്ഷ്മി ഗംഭീരമായി. അപ്പൊ രാജാ സ്കൂളിന്റെ അഭിമാനമാണല്ലേ നീലേശ്വരക്കാരി? ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം? ഭാവിയിൽ ഡാൻസ് അഭിനയമൊക്കെ താല്പര്യമുണ്ടോ അതോ നൃത്തമാണോ? നൃത്തമാണ് കൂടുതൽ താല്പര്യം. നീലേശ്വരത്തുനിന്ന് കാവ്യമാധവൻ കയറി വന്ന അറിയില്ലേ? എൻ്റെ മാഷെടുത്ത് കാവ്യ മാധവ ചേച്ചി കുറച്ചു കൊല്ലം പഠിച്ചിരുന്നു. മാഷിന്റെ പേരെന്താ? രാജു മാസ്റ്റർ നീലേശ്വരം. രാജു മാസ്റ്റർ, അതായത് കാവ്യമാധവന്റെ ഗുരുവിന്റെ ശിഷ്യാണിത്. വെരി ഗുഡ് അടിപൊളി കേട്ടാ. അപ്പൊ മോളെ ഉഷാറായിട്ട് കളിച്ചു കേട്ടോ. താങ്ക് യു. ബുദ്ധിമുട്ടുണ്ടായോ? കുറച്ചുകൂടെ സ്ഥലം കിട്ടിയല്ലേ കളിക്കാൻ? അതെ. ഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ നമ്മുടെ നാളത്തെ ഒരു താരമാണ്. ചിലപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കാണുമായിരിക്കും അല്ലേ? അപ്പോൾ ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഗൗരിലക്ഷ്മിയുടെ ഡാൻസ് ആണ് കണ്ടത്. കുച്ചിപ്പുടി അവതരിപ്പിച്ചു ഗൗരിലക്ഷ്മി. ഇനി നമുക്ക് പോകേണ്ട